ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് സ്ക്രാച്ചിൻ്റെ തന്നെ മറ്റൊരു എപ്പിസോഡാണ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒരു സ്പ്രൈറ്റിനെ കൊണ്ട് ആശയങ്ങൾ പറയിക്കുന്നതും അതുകൂടാതെ തന്നെ സ്ക്രാച്ചിൻ്റെ മെയിൻ ബട്ടൺസായി ഗ്രീൻ ഫ്ലാഗും ഈ റെഡ് സ്റ്റോപ്പ് ബട്ടണും ഒക്കെ പഠിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് കമാൻഡ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതുമാണ്. അതിനായിട്ട് നമുക്ക് 2 സ്പ്രൈറ്റ്സിനെ ആവശ്യമുണ്ട്. നമ്മൾ ഇപ്പോൾ നമ്മുടെ ഡിഫോൾട്ട് ഓറഞ്ച് ക്യാറ്റ് അല്ലാതെ തന്നെ നമ്മൾ മറ്റൊരു സ്പ്രൈറ്റിനെയും കൂടെ ആഡ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ഗെയിമിലേക്ക്, എന്നുവെച്ചാൽ നമ്മുടെ പ്രൊജക്റ്റിലേക്ക്. അപ്പോൾ നമ്മളൊരു എലിഫൻറ്റിനെ ആഡ് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ എലിഫൻറ്റിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എലിഫൻറ്റിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനും റീസൈസ് ചെയ്യാനൊക്കെ പറ്റും. ഫസ്റ്റ് ഞാൻ നിങ്ങളത് റീസൈസ് ചെയ്യുമെന്ന് കാണിച്ചു തരാം. അത് നമ്മൾ എലിഫൻറ്റ് റീസൈസ് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ എലിഫൻറ്റിനെ ആ ഒരു ക്യാറ്റിൻ്റെ ലെവലിന് നമ്മൾ റീസൈസ് ചെയ്ത് നമുക്കത് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് 360 ഡിഗ്രി തന്നെ ഈ എലിഫൻറ്റിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എലിഫൻറ്റിനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ എലിഫൻറ്റ് ഇപ്പോൾ അങ്ങോട്ട് നോക്കി നിൽക്കുകയാണ്. നമുക്കൊരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എലിഫൻറ്റിനെ ഇപ്പോൾ ഈ ഒരു സൈഡിലോട്ട് നമ്മൾ നോക്കി നിർത്തണം. നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ കോസ്റ്റ്യൂം സെക്ഷനിൽ ചെന്നിട്ട് ആ എലിഫൻറ്റിൻ്റെ എടുത്തിട്ട് നമ്മൾ എഡിറ്റ് കൊടുത്തിട്ട് ഫ്ലിപ്പ് ഹൊറിസോണ്ടലി എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ എലിഫൻറ്റ് ഇതായിപ്പം നമ്മുടെ ഓറഞ്ച് ക്യാറ്റിൻ്റെ നേർ നോക്കി നിൽക്കുന്ന ഒരു ഈ പൊസിഷനിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. ഇനിയാണ് നമ്മൾ കമാൻഡ് കൊടുക്കാൻ പോകുന്നത്. കമാൻഡ് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. നമ്മളിപ്പോൾ ഒരു പ്ലെയിൻ സ്ഥലത്ത് നിൽക്കാതെ നമുക്കൊരു ഇച്ചിരൂടെ ഒരു സ്റ്റൈലിഷ് ലുക്കിനായിട്ട് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ഇഷ്ടം പോലെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇപ്പം നമുക്ക് ഇവർക്ക് പറ്റിയൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചൂസ് ചെയ്യാം. ഏതാ നമുക്ക് ട്രീ വേണോ? ഇപ്പോൾ ഗാർഡൻ റോക്ക് ഒന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഫോറസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം, അതായിരിക്കും നല്ലത്. അപ്പോൾ ഫോറസ്റ്റ് എന്തായാലും ചൂസ് ചെയ്യാം. ആ ഫോറസ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് പൂച്ചയും നമ്മുടെ എലിഫൻറ്റിനെയും ആ ഒരു കറക്റ്റ് ലെവലിൽ കൊണ്ട് നിർത്താം. അഡ്ജസ്റ്റ് ചെയ്ത് പൂച്ചയെ കുറച്ചുകൂടെ താഴോട്ട് എലിഫൻറ്റിനെയും കുറച്ചുകൂടെ താഴോട്ട് കൊണ്ടുവരാം. ഏകദേശം ഒരു ലെവലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കാണാനായിട്ട് ഇപ്പോൾ ഒരു ഓവറോൾ നല്ലൊരു ലുക്കുണ്ട്. പിന്നെ നമുക്ക് അതൊക്കെ കമാൻഡ്സൊക്കെ ഇട്ട് തുടങ്ങാം. ഫസ്റ്റായിട്ട് നമ്മൾ ഇടുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇടുന്ന ഫിൻ സ്പേസ് കീ പ്രസ് ചെയ്യുന്ന ഒരു കീ വേണം, ഒരു തുടക്കം. എന്നിട്ട് നമ്മുടെ സ്പേസ് കീ പ്രസ് ചെയ്യുന്ന ഒരു കമാൻഡാണ് നമ്മളിപ്പോൾ ഇട്ടേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ സേ ഹലോ നമ്മൾ കൊടുത്തു. ഇനിയാണ് നമ്മൾ ബ്രോഡ്കാസ്റ്റിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതാ ഈ ക്യാറ്റ് ഹലോ എന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു. ഈ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കഴിയുമ്പം എലിഫൻറ്റിന് എന്ത് റിപ്ലൈ തരണം, എന്ത് ആക്ഷൻ അവിടെ സംഭവിക്കണം എന്ന് നമുക്ക് കൊടുക്കാം. അത് നമുക്ക് ഇതേപോലെ തന്നെ വെൻ ഐ റിസീവ് എന്ന ഒരു കമാൻഡ് ഇവിടെ കാണും ഈ ഒരു നമ്മുടെ കൺട്രോൾ സെക്ഷനിൽ അത് നമ്മൾ എടുത്തിട്ടിട്ട് നമ്മളിനിയിപ്പോൾ ചെയ്യേണ്ട ആക്ഷൻ സേ ഇപ്പം നമുക്ക് ഹായ് എന്ന് കൊടുക്കാം. അതാ എലിഫൻറ്റ് ഹായ് എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് ചെയ്ത് നോക്കുകയാണെങ്കിൽ എലിഫൻറ്റ് ആ സ്ഥാനത്ത് ഇപ്പോൾ ഹായ് എന്നായിരിക്കും പറയുന്നത്. നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണ്ട, എലിഫൻറ്റ് ഹായ് എന്ന് പറയുന്നു. ഇതൊക്കെ വേറെ കുറച്ച് കാര്യങ്ങളോടെ നോക്കാം. ഇനി നമുക്ക് ഇഷ്ടംപോലെ കമാൻഡ്സ് നമുക്ക് ഇതിനകത്ത് ഇടാൻ പറ്റും. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇഷ്ടം പോലെ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഒരു സെയും കൂടി ഇട്ട് നോക്കാം. സേ ഇട്ടിട്ട് ഇപ്പോൾ നമുക്ക് പറയണ്ടേ, ഐ ആം ആൻ എലിഫൻറ്റ് എന്ന് വേണേൽ പറയാം. ഇപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഇപ്പോൾ സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്, ഐ ആം ആൻ എലിഫൻറ്റ്. ഇനിയിപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് സ്പേസ് കീ പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു നോക്കുന്നു കണ്ടു നോക്കാം. നമ്മൾ സ്പേസ് കീ പ്രസ് ചെയ്യുന്നു, ക്യാറ്റ് ഹലോ എന്ന് പറയുന്നു, എലിഫൻറ്റ് ഹായ് എന്ന് പറയുന്നു, ഐ ആം ആൻ എലിഫൻറ്റ് എന്ന് എലിഫൻറ്റിനെ പറയുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മളിപ്പോൾ ഇനി കണ്ടു നോക്കിയത്. ഇത് മാത്രമല്ല കേട്ടോ, ഇനിയുണ്ട് ഇഷ്ടം പോലെ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചെറിയൊരു മാജിക്കാണ്. മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഒരു കൺവേർഷനായിട്ടൊക്കെ. അതിനും കാണിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒന്നുകൂടെ ഇന്ന് സൈറ്റ് പ്രസ് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ സൈറ്റ് മറ്റൊരു ഇതുകൂടി ഇടുകയാണ്. നിങ്ങൾ തന്നെ വായിച്ച് നോക്കിക്കോളൂ. നമ്മുടെ മാജിക്കിൻ്റെ ചെറിയൊരു ഭാഗമാണിത് കേട്ടോ. നൗ ഐ ആം ടേണിങ് ടു എ ഡോഗ്. നമ്മൾ ഈ എലിഫൻറ്റ് ഒരു ഡോഗായിട്ട് മാറുന്നു. അതാണ് നമ്മൾ നെക്സ്റ്റ് ഈ ഒരു കമാൻഡ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് കോസ്റ്റ്യൂം സെക്ഷനിൽ പോയി ഇമ്പോർട്ട് കൊടുത്ത് നമുക്കൊരു ഡോഗിനെ ഇങ്ങോട്ട് ഇടണം. ഇതിലല്ലേ ഡോഗായിട്ട് മാറാൻ പറ്റുള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് നമുക്കൊരു ഡോഗിനെ ചൂസ് ചെയ്യാം. ഇഷ്ടം പോലെ ഡോഗുണ്ട്. നമുക്ക് ഇപ്പോൾ ഈ ഡോഗ് ടു ബി സെലക്ട് ചെയ്ത് ഇമ്പോർട്ട് ചെയ്തു. ഇനി നമ്മൾ എന്തുവാ ചെയ്യണ്ടേ, ഡോഗിനെ ഫ്ലിപ്പ് ചെയ്യണം. എലിഫൻറ്റ് ഫ്ലിപ്പ് ചെയ്ത് ഇങ്ങോട്ടല്ലായിരുന്നു, അതേപോലെ ഡോഗിനെ ഫ്ലിപ്പ് ചെയ്തു. നമുക്ക് പഴയ തന്നെ എലിഫൻറ്റിനെ തന്നെ ഇട്ട് ആ സ്വിച്ച് ടു കോസ്റ്റ്യൂം
പിന്നെ നമ്മളിട്ട് 2 കോസ്റ്റ്യൂമുകളും ഇപ്പോൾ ഇവിടെ വന്നു. നമ്മളത് ഡ്രോപ്പ് ടു ബി കൊടുക്കണം. നമ്മൾ എന്നെ റിസീവ് ഹലോ എന്ന കമാൻഡിനകത്ത്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതാ ടെസ്റ്റ് ചെയ്യുന്നു. ഹലോ ഹായ്, നൗ ഐ ആം ആൻ എലിഫൻറ്റ്, നൗ ഐ ആം ടേണിംഗ് ടു എ ഡോഗ്. ഇതാ നമ്മുടെ കമാൻഡ് സക്സസ് ആയി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്ക്രാച്ചിൻ്റെ ഇപ്പോൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടാതെ തന്നെ നമുക്ക് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നമ്മൾ ചെയ്ത പ്രൊജക്റ്റ് നമുക്ക് ഫുൾ സ്ക്രീനിൽ ഒന്ന് കണ്ടു നോക്കാം. ഹലോ, നമ്മൾ സ്പേസ് കീ പ്രസ് ചെയ്തു. ഐ ആം ആൻ എലിഫൻറ്റ്, നൗ ഐ ആം ടേണിംഗ് ടു എ ഡോഗ്. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ സക്സസ് ആയിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ടു എവരിബഡി.